നമസ്കാരം. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് NH-66 കൂടിയാണ്. NH-66 പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ ശ്രീമാൻ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 6 വരിയുള്ള അതിമനോഹരമായ ഒരു ദേശീയപാത. 45 മീറ്ററാണ് ഈ ദേശീയപാതയുടെ വീതി. 45 മീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 135-140 അടി വീതിയുള്ള 6 വരി ദേശീയപാത. 2 സൈഡിലായിട്ട് അതിമനോഹരമായ സർവീസ് റോഡുകൾ. ഈ ദേശീയപാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ ദേശീയപാതയിൽ ഒരു സ്ഥലത്തും വാഹനങ്ങളുടെ ക്രോസിംഗ് ഇല്ല. ഒന്നുകിൽ ഓവർ ബ്രിഡ്ജ് ഉണ്ടാവും, അല്ലെങ്കിൽ അണ്ടർ പാസേജ് ഉണ്ടാവും. 2 സൈഡിലും വളരെ സേഫായി ആളുകൾക്ക് അപകടമൊന്നും വരാത്ത രീതിയിലുള്ള ഫെൻസിങ് സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുള്ള ഈ ദേശീയപാതയാണ്. ഈ ദേശീയപാത നമ്മുടെ ചരിത്രത്തിലെ വലിയ ഒരു സംഭവമായി മാറുകയാണ്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഒരു 70%, ഇപ്പം നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ 70%-80%-ഓളം ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന ഇടത് ഭാഗത്ത് ഈ കാണുന്ന സ്ഥലങ്ങൾ, വലത് ഭാഗത്ത് കാണുന്ന ഈ സംഭവങ്ങൾ, ഇതൊക്കെ ഏതാണ്ട് 45 മീറ്റർ ഈ പാലത്തിന്റെ സൈഡിൽ കൂടി കാണുന്നതാണ് സർവീസ് റോഡ്. അങ്ങനെ ഗംഭീരമായ സൗകര്യമുണ്ട്. ഞാനും നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ രഞ്ജിത്തിന്റെ കൂടെയാണ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോകുന്ന ഒരു ഹൈറ്റിലൂടെ ഏതാണ്ട് ബ്രിഡ്ജിന് സമാനമായ അന്തരീക്ഷത്തിലാണ് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ നേരെ നോക്കിയാൽ കാണാം എന്തൊരു സുന്ദരമായ റോഡാണ്. ഈ റോഡിന് വേണ്ടി നിതിൻ ഗഡ്കരി ഏതാണ്ട് 1,40,000 കോടി രൂപ വിവിധ റോഡുകൾക്കായിട്ടാണ്, ഹൈവേക്ക് മാത്രമല്ല, കേരളത്തിന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ളത് 1,40,000 കോടി രൂപയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പൂർത്തീകരിക്കുന്നതോടുകൂടി രാജ്യത്തൊരു അത്ഭുതം വരാൻ വേണ്ടി പോവുകയാണ്. കാരണം കേരളത്തിന്റെ വികസന കുതിപ്പിൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം കേരളത്തെ എത്തിക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ, ശ്രീമാൻ നിതിൻ ഗഡ്കരിയുടെ സർക്കാർ നടത്തിയിട്ടുള്ള ഏറ്റവും സുന്ദരമായ ഇടപെടൽ, കേരളത്തിന്റെ വികസനത്തിന്റെ അനന്തമായ സാധ്യതകൾ തുറക്കുന്ന ഒരു ദേശീയ പാതയിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പണ്ട് നമ്മൾ മൂകാംബിക്കോ അല്ലെങ്കിൽ കണ്ണൂരിലേക്കോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടില്ല, ഈ റോഡ് നേരെ പോവുകയാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ ഈ സൈഡ് റോഡിലേക്ക് കയറാണ്. ഇപ്പൊ നേരെയുള്ള ഈ റോഡൊക്കെ അതിമനോഹരമായ സുന്ദരമായ റോഡാണ് ഈ ദേശീയപാതയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇനി അതിന്റെ അപ്പുറത്തേലും ബാക്കി ഭാഗങ്ങൾ കാണിക്കാം. നമസ്തേ.